ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പീച്ചി കസ്റ്റഡി മർദ്ദനത്തിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് മുൻ SHO ആയ PM രതീഷ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, ഹോട്ടൽ ഉടമകളെയും ജീവനക്കാരെയും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കയറ്റുകയും ഹോട്ടലിലെ മാനേജറെ പോലീസ് സ്റ്റേഷനിലിട്ട് കൂമ്പിനിട്ടിടിക്കുകയും ചെയ്ത കക്ഷിയാണ് ഈ രതീഷ്. കാരണം കാണിക്കൽ നോട്ടീസിന് നൽകിയ മറുപടിയിലാണ് വീഴ്ച സമ്മതിച്ചത്. PM രതീഷിനെതിരെ കടുത്ത നടപടി വന്നേക്കും. തുടർ നടപടികൾക്ക് ആഭ്യന്തര വകുപ്പ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. സസ്പെൻഷനിൽ ഒതുങ്ങില്ലെന്നാണ് സൂചന ലഭിക്കുന്നത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ്. ഹരി, വലിയ വിവാദമായിരുന്നു അന്ന് ശ്രീജിത്തിന്റെ അന്ന് ഈ ശുചിത്വമായി ബന്ധപ്പെട്ട കസ്റ്റഡി മർദ്ദനത്തിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ആണ് ഈ വാർത്തയും പുറത്തു വരുന്നത്. ഹോട്ടൽ ഉടമയുടെ മകനെയും ഹോട്ടൽ മാനേജരെയും ഒക്കെ പീച്ചി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇയാൾ മർദ്ദിച്ചത്. അന്ന് പൈസയും തട്ടി എന്ന മട്ടിലുള്ള പ്രതികരണം ഹോട്ടൽ മാനേജറുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇക്കാര്യത്തിലൊരു വീഴ്ച സംഭവിച്ചു എന്ന് രതീഷ് തന്നെ സമ്മതിക്കുകയാണോ? പറ്റിപ്പോയി എന്നാണോ രതീഷ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സസ്പെൻഷനിൽ കാര്യങ്ങൾ ഒതുങ്ങാൻ സാധ്യതയില്ലല്ലോ ഹരി. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും സസ്പെൻഷനിൽ ഒതുങ്ങാൻ സാധ്യതയില്ല. സാധാരണഗതിയിൽ കാരണം കാണിക്കൽ നോട്ടീസിലൊക്കെ തന്നെ ഒരു ന്യായീകരണ ശ്രമം നടക്കാറുണ്ട്. പക്ഷേ PM രതീഷ് അതിന് മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം 15 ദിവസത്തോളം കാത്തിരുന്നു ഈ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച മറുപടി നൽകാനായിട്ട്. അത്രയൊന്നും സാധാരണ കാത്തിരിക്കാറില്ല, ഒരാഴ്ചക്കുള്ളിൽ തന്നെ മറുപടി ലഭിക്കാറുണ്ട്. പക്ഷേ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ശേഷം ഇതിനിടയ്ക്കാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദക്ഷിണ മേഖല IG ഉത്തരവിറക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അത് നീണ്ടുപോയി. ഇപ്പോൾ 15 ദിവസം അവസാനിക്കുന്ന ആ ദിവസമാണ് ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയിരിക്കുന്നത്. ആ മറുപടിയിലാണ് തനിക്ക് വീഴ്ച പറ്റിപ്പോയി എന്നുള്ള കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നത്. അതായത് അന്ന് SHO ആയിരുന്ന PM രതീഷ് പീച്ചി സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് ലാലിസ് ഗ്രൂപ്പ് ഉടമ ഔസ്തേപ്പിന്റെ മാനേജറെയും ജീവനക്കാരനെയും മർദ്ദിച്ചു എന്നുള്ള കാര്യമാണ് തുറന്ന് സമ്മതിക്കുന്നത്. അക്കാര്യത്തിൽ തനിക്ക് പൂർണ്ണമായിട്ടും വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് മറ്റാരും കുറ്റക്കാരല്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ മൊഴി എന്ന് പറയുന്നത്. കാരണം അന്ന് ഔസ്തേപ്പ് ആവശ്യപ്പെട്ടിരുന്നത് മറ്റുള്ളവർ, അതായത് അതിന് സഹായം കൊടുത്ത അല്ലെങ്കിൽ അതിന് തെളിവുകൾ നശിപ്പിക്കാനും ഒപ്പം തന്നെ ഈ ഇദ്ദേഹത്തോടൊപ്പം രതീഷിനോടൊപ്പം തന്നെ നിലയുറപ്പിച്ച് നിന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെതിരെ കൂടി നടപടിയെടുക്കണം എന്നുള്ള ആവശ്യം ഈ ഹോട്ടൽ ഉടമ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ രതീഷ് ഏറെക്കുറെ തന്റെ പേരിൽ മാത്രമാണ് പഴി, അല്ലെങ്കിൽ തനിക്ക് മാത്രമാണ് വീഴ്ച പറ്റിയത് എന്നുള്ള രീതിയിലുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ മറുപടിയിൽ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു വകുപ്പ് തല നടപടിയല്ല. നിലവിൽ രതീഷിനെതിരെ ഈ സസ്പെൻഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വകുപ്പ് തല നടപടി എന്നുള്ള നിലയ്ക്ക് 2 ഓപ്ഷനുകളാണ് സർക്കാരിന് മുന്നിൽ, അല്ല ആഭ്യന്തര വകുപ്പിന് മുന്നിലുള്ളത്. അതായത് ഒന്ന്, 3 വർഷത്തേക്ക് വാർഷിക വേതന വർധനവ് തടയുക. രണ്ടാമത്തേത് സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സസ്പെൻഷനിൽ നടപടി ഒതുങ്ങില്ല എന്നതടക്കമുള്ള സൂചനകൾ നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതായത് കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള കാര്യങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ.